നമസ്കാരം. എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നിഫ്റ്റി തുടർച്ചയായി മൂന്നാം ദിവസവും ഇന്നലെ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 1% ഇടിവ് എല്ലാ മേജർ ഇൻഡസ്ട്രീസിലും നമുക്ക് കാണുവാനായി സാധിച്ചു. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 4% ഉയർച്ച രേഖപ്പെടുത്തി. അവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ 1% ഇടിവാണ് നിലവിലെ സാഹചര്യത്തിൽ നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഇടിവുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം പ്രധാനമായും ഗ്ലോബൽ കൺസേൺസ് തന്നെയാണ്. മോഡീസ് എന്ന റേറ്റിംഗ് സ്ഥാപനം യുഎസിനെ ഡൗൺഗ്രേഡ് ചെയ്തതും FIIസിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടിന്യൂസ് സെല്ലിങ്ങും ഹെവി വെയ്റ്റ്സ് സ്റ്റോക്സ് ആയ HDFCയിലും റിലയൻസിലും കാണുവാൻ സാധിച്ചു. അതുപോലെ ഓട്ടോ സെക്ടറിൽ ഹെവിയായ സെല്ലിംഗ് പ്രഷർ ഇന്നലെ അനുഭവപ്പെട്ടു. ഇന്നലെയും ഹ്യൂജ് ക്വാണ്ടിറ്റിക്കാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെൽ നടത്തിയത്. 1016 കോടി രൂപയുടെ സെല്ല് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6738.39 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്നലെ നടത്തിയത്. ഇന്ത്യ വിക്സ് ഇന്നലെ 0.12% ഉയർന്ന് 17.38 എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 24,500 ആണ് നിഫ്റ്റിയുടെ അടുത്ത ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത്. അവിടെ നിന്നും വീഴുകയാണെങ്കിൽ 24,380 എന്ന റേഞ്ച് അടുത്ത സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് 24,380 എന്ന റേഞ്ചിലാണ് നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി ഓപ്പൺ ആയത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. നിലവിൽ US ഫ്യൂച്ചറും നെഗറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്നലെ FTSE, CSE, DAX എല്ലാം തന്നെ പോസിറ്റീവായിട്ട് ക്ലോസ് രേഖപ്പെടുത്തി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ സ്വർണത്തിന്റെ വിലയിൽ നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും 1% ഉയർച്ച രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കിടക്കാം. ഇത് ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സ്റ്റാർ ഹെൽത്ത് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നു നിലവിലെ 17,500 കോടി രൂപയിൽ നിന്നും 30,000 കോടി രൂപയിലേക്ക് 3 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനായിട്ട്. യുഗ്രോ ക്യാപിറ്റൽ കമ്പനിയുടെ ബോർഡ് 1,314 കോടി രൂപയുടെ ഫണ്ട് റൈസിങ്ങിനായിട്ട് അപ്രൂവൽ നൽകി. KPR മിൽ കമ്പനിയുടെ പ്രൊമോട്ടർ 3.2% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിറ്റൊഴിയുകയാണെന്നൊരു വാർത്ത CNBC ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1,196 കോടി രൂപയുടെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനി $3 ബില്യൺ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ കടപ്പത്രം വഴിയായിരിക്കും. ഡിക്സൺ ടെക് Q4 കമ്പനിയുടെ ലാഭം 401 കോടി രൂപയിലേക്ക് ഉയർന്നു. 8 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി 15% റവന്യൂ ഗ്രോത്ത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ അതായത് 2026 കമ്പനി നോക്കിക്കാണുന്നു. ബെൽ റൈസ് ഇൻഡസ്ട്രീസ് ഇതൊരു ഓട്ടോമോട്ടീവ് കോമ്പോണന്റ് മേക്കറാണ്. കമ്പനിയുടെ IPO ഇന്ന് തൊട്ട് ഓപ്പൺ ആകും. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 85 തൊട്ട് 90 രൂപ പെർ ഷെയറിലാണ്. ഹിൻഡാൽകോ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10% വളർന്ന് 1,561 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഓല ഇലക്ട്രിക് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നാളെ തീരുമാനിച്ചിട്ടുണ്ട്. ഫണ്ട് റൈസിംഗുമായി സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടി. ഫൈസർ കമ്പനിയുടെ ലാഭം 85% വളർച്ച Q4 രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ 11% റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.